ചെന്നൈ മംഗലാപുരം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും കഞ്ചാവ് ശേഖരം കണ്ടെത്തി RPFും തിരൂർ സർക്കിൾ എക്സൈസും 48 കിലോയിലധികം ഗ്രാം കഞ്ചാവാണ് ട്രോളി ബാഗിലും ചെറിയ മറ്റു 3 ബാഗുകളുമായി 38 പൊതികളാക്കി സൂക്ഷിച്ചിരുന്നത്. ശനിയാഴ്ച രാവിലെ 6:30 തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗം വൻതോതിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ ജില്ലയിലേക്ക് എത്തുന്നത്. ഇത്തരമൊരു വിവരത്തെ തുടർന്ന് തിരൂർ RPFും തിരൂർ സർക്കിൾ എക്സൈസും സംയുക്തമായി പരിശോധന നടത്തുകയായിരുന്നു. ചെന്നൈ മംഗലാപുരം ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും 48 കിലോഗ്രാമിലധികം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ട്രോളി ബാഗിലും ചെറിയ 3 ബാഗുകളിലുമായി 38 പൊതികളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. വിപണിയിൽ 28 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ശക്തമായ പരിശോധന തുടരുമെന്നും RPF SI സുനിൽകുമാർ അറിയിച്ചു. പാലക്കാട് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡും തിരൂർ എക്സൈസും തിരൂർ RPFും സംയുക്തമായി ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത്. കേരളത്തിലേക്ക് നിരന്തരമായി കഞ്ചാവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഞങ്ങൾ വണ്ടിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കിട്ടുന്നത്. ഈ മാസം മാത്രം തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 63 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K. അജയ് പറഞ്ഞു. ASI KM ബാബുരാജ്, ഓഫീസർമാരായ C. അരുൺരാജ്, ചന്ദ്രമോഹനൻ, സുനിൽകുമാർ, സജി അഗസ്റ്റിൻ, രാമകൃഷ്ണൻ, പ്രദീപ്, അബ്ദുൽ സത്താർ, VK ഷാജി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. മലബാർ ടൈംസ്, തിരൂർ.